ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബറൽ ഉണ്ടാക്കിയാലോ അല്ലേ? അപ്പം നമ്മളന്നൊരു ചിക്കൻ ബറലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് തന്നെയാണ് നമ്മളിപ്പോഴും കടയിൽ കൊടുക്കണത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ച് വേറൊരു മോഡൽ ഈ ചിക്കൻ ബറൽ ഉണ്ടാക്കി അങ്ങനെയാണ് നിങ്ങളെയും കാണിച്ചു തരാമല്ലോ. എപ്പോഴും ചിക്കൻ്റെയും ബീഫിൻ്റെയും മീനിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള രുചികളും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള മസാലകളൊക്കെ നിങ്ങളും ഒന്ന് കണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു മസാലയിലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബറൽ ഉണ്ടാക്കിയിരിക്കണത്. അപ്പം നോക്കാമല്ലേ. മെയിനായിട്ട് വേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. ഒരു 10-20 എടുത്തിട്ടുണ്ട് ഞാൻ വറ്റൽമുളക്. ഇതാ ഒരു പീസ് ഇഞ്ചി കാണിച്ചു തന്നത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തുടം വെളുത്തുള്ളി, തൊലിയൊന്നും കളഞ്ഞില്ല കേട്ടോ. തൊലി കളയാണ്ട് എടുക്കണേ ഒന്നാമത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ കഴുകണം കേട്ടോ, കഴുകാണ്ടിരിക്കല്ലേ. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മറ്റേ പെരിഞ്ചീരകമില്ലേ, അതും കുറച്ച് കറിവേപ്പിലയും കൂടി ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കിടന്ന് കുതിരട്ടേന്നേ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കനൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. വൃത്തിയാക്കിയിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. പിന്നെ നിങ്ങളോടൊക്കെ ഒന്നും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതാ ചിക്കൻ്റെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണത്. പിന്നെ വലിയ ചിക്കൻ ആയതുകൊണ്ടിട്ടാണ് ഇത്ര ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇല്ലേ നമ്മൾ ഇത് കട്ട് ചെയ്തേക്കണത് ബീഫ് കട്ടിങ് ഇല്ല, അതിനെക്കാട്ടി ഇച്ചിരിയും കൂടി വലുതായിട്ടാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഈ ചിക്കൻ ബർഗർ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കട്ടിങ്ങാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. ഇനി ഞാൻ ദേ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടണം. അപ്പോഴേ നമ്മൾ നേരത്തെ ഒരു ചിക്കൻ പരട്ട് ഉണ്ടാക്കിയില്ലേ, അത് വറ്റൽ മുളകും മല്ലിയൊക്കെ വറുത്ത് പൊടിച്ചിട്ടുള്ള ചിക്കൻ പരട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ പരട്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വരളട്ടെ ആ സവാള. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മിക്സഡ് ജാറിലേക്ക് നമ്മൾ കുതിർത്തിയാൻ വെച്ചെന്ന് വെച്ചാൽ വറ്റൽമുളകും മല്ലിയൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് കോരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അതേ ലാസ്റ്റ് എന്നപ്പോൾ മല്ലി ഉണ്ടല്ലോ എന്നാൽ പിന്നെ അരിപ്പ പാത്രത്തിൽ അരിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം അതിൽ നിന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടതില്ലേ വിനാഗിരിയാണ്. അപ്പോൾ അത് ഇത്രത്തോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ പറ്റുന്ന നേരിയൊരു പുളി വേണം, അതിന് വേണ്ടിയിട്ടാണ്. വിനാഗിരിക്ക് വരെ നാരങ്ങ നീരായാലും ഒഴിച്ച് കൊടുത്താൽ പിന്നെ അതേപ്പുറത്തൊന്നും ഒഴിച്ച് കൂട്ടല്ല കേട്ടോ, ഭയങ്കര പുളിയായിരിക്കും. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലേ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുളക് കുതിർത്താൻ വെച്ചില്ലേ, അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ കാശ്മീരി മുളകില്ല എന്നതുകൊണ്ടിട്ടാണ് മുളക് പൊടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തത്. ഇതേപോലെ ഒന്നും കുത്തിയടക്കേണ്ടെന്നും കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, കുറച്ച് സമയം വേണമല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് ഇച്ചിരി നീട്ടിയെടുത്തന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ സവാള ഇതേപോലെ വഴണ്ടിയിട്ടിട്ടാണ്. ഇത്രയും മതി വഴണ്ടിയിട്ടാൽ പിന്നെ നമ്മുടെ മസാലയും കൂടി ചേർത്തിട്ട് ഒന്നിച്ചിട്ട് വഴറ്റാട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ട് നമ്മുടെ ഈ ഒരു വറ്റൽമുളക് പൊടിച്ചെടുക്കേണ്ട അല്ല അരച്ചെടുക്കേണ്ടത്. കണ്ട നീരൊരു തരിതരി പോലെ, നീരല്ല കുറച്ചധികം തന്നെ തരിതരി ഉണ്ട്. അങ്ങനെ വേണം ഈ ഒരു ചിക്കൻ പരട്ടിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഞാൻ നോക്കിയിട്ടേ ഇത് തുറന്ന് വെച്ച് ഇങ്ങനെ വഴറ്റ നേരം കൊണ്ടേ കുറച്ച് നേരം മൂടി വെച്ച് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഇച്ചിരി ആ പച്ചമണമൊക്കെ മാറി കിട്ടും. അങ്ങനെ കുറച്ച് നേരം ഞാൻ മൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കതേ ഞാൻ പറഞ്ഞ പോലെ അതിനെ സംഭവിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ചിക്കൻ പറ്റില്ലേ തക്കാളിയോ അതേപോലെ മസാലപ്പൊടിയോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കണത്. നമ്മൾക്ക് ഈ ഒരു വറ്റൽമുളകിൻ്റെയും അതേപോലെ സവാളയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് മതി ഈ ഒരു ചിക്കൻ പരട്ടിന് കേട്ടോ. ഞാനിതൊന്ന് ഇളക്കി കൂട്ടട്ടെ. ഇളക്കി കൂട്ടാൻ നോക്കിയപ്പോൾ ഉരുളി കിടന്ന് ഓടിക്കളിക്കണ്. അപ്പോൾ ഇളക്കി കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഓർത്താൽ ഈ ഒരു മെയിൻ സാധനം ഇട്ടില്ലല്ലോ, വേറൊന്നുമല്ല മഞ്ഞപ്പൊടി. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ അങ്ങോട്ട് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, വേറൊരു കാര്യം കൂടി വിട്ടുപോയിട്ടാ പറയാനായിട്ട്. നമ്മൾ ആ സവാള വറ്റുന്ന സമയത്ത് എന്തെന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വയറ്റിയെടുത്തത് കേട്ടോ. ആ ഒരു വീഡിയോൻ്റെ പോയി, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ വായ കൊണ്ട് പറഞ്ഞു തന്നെയാണ്. ഞാനിതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉപ്പൊക്കെ ഇടണം കേട്ടോ. എന്നെപ്പോലെ മറവി ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും പിന്നെ അതേപോലെ മൂടി വയ്ക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പച്ചത്തേങ്ങ, ഫ്രിഡ്ജിൽ വെക്കാത്ത തേങ്ങയാണ് ഞാൻ ഉദ്ദേശിക്കണം. പച്ചത്തേങ്ങ എന്ന് പറഞ്ഞാൽ പച്ച കളർ തേങ്ങയല്ല, വെള്ളത്തേങ്ങ. ഇനി അത് ഒരു അമ്മിക്കുട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ ഒരു തുടം വെളുത്തുള്ളി തൊലി കളയാണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ ചിക്കൻ പരട്ടിലിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ പരട്ടിലേക്ക് നമ്മുടെ തേങ്ങയും അതേപോലെ വെളുത്തുള്ളി ചതച്ചതും
പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ബട്ടന്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴല്ലേ നല്ല വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, ഓയിലൊന്നും ഉപയോഗിക്കരുത്. ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ പോകും. അപ്പം നമ്മുടെ മല്ലിമുളകും വറുത്ത ചിക്കൻ പുരട്ട് 2 കൈ നീട്ടി എല്ലാവരും സ്വീകരിച്ച പോലെ ഈ ഒരു ചിക്കൻ പുരട്ടിനെയും കൂടി ഒന്ന് സ്വീകരിക്കണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് പാത്രത്തിലേക്ക് കോരിയിട്ട് കാണിക്കുന്നത്, ഓരോന്ന് അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ അതേ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. താങ്ക് യു.